നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറുള്ള ഈ ഒരു സ്ഥലം കാണാനായിട്ടാണ് ഞങ്ങളിന്ന് വന്നിരിക്കുന്നത്. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഓക്ലൻഡിൽ നിന്ന് ഒരു 2.5 മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ എത്തുന്ന സ്ഥലമാണ് കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ പേരാണ് പുട്ടാരുരു ബ്ലൂ സ്പ്രിംഗ്. ഈ സ്പ്രിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വെള്ളം വളരെ ക്ലിയർ ആണ്, പിന്നെ ഒരു ബ്ലൂ കളറുമാണ്. അത്യാവശ്യം നല്ല വലിയൊരു കാർ പാർക്ക് ഏരിയ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ അവർ റിനോവേറ്റ് ചെയ്തതാണ്, എന്നിട്ടിപ്പോൾ പബ്ലിക്കിന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. ഇവിടുത്തെ ഈ ബ്ലൂ സ്പ്രിങ്ങിൻ്റെ സൈഡിൽ കൂടെ ഒരു വാക്ക് ഉണ്ട്, ഒരു 3 hours വാക്ക്. അപ്പോൾ അതിനാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിന്ന് വന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ ട്രാക്ക് ഇവർ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇവിടുത്തെ മെയിൻ്റനൻസ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഏതായാലും ഇവിടം വരെ വന്നതല്ലേ, നമുക്ക് ആ ബ്ലൂ സ്പ്രിങ് മാത്രം കണ്ടിട്ട് തിരിച്ചു വരാമെന്ന്. ഇതാണ് ഇവിടെ എത്തുമ്പോഴുള്ള ഫസ്റ്റ് കാണുന്നൊരു വ്യൂ കേട്ടോ. ഇത് കണ്ടോ, വെള്ളം എന്ത് ക്ലിയർ ആണെന്ന്. താഴത്ത് വെള്ളത്തിൻ്റെ അടിയിലുള്ള ചെടികളാണത്, അത് നല്ല ഗ്രീൻ കളറ്. പിന്നെ ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടാ. ചില സ്ഥലത്ത് ഭയങ്കര ബ്ലൂയിഷ് കളറാണ് വെള്ളത്തിന്. എനിക്ക് തോന്നുന്നു ആ സൺലൈറ്റ് അടിക്കുമ്പോൾ എന്താണ് സ്കൈയുടെ കളർ റിഫ്ലക്റ്റ് ചെയ്യണതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചില സ്ഥലത്തൊക്കെ നല്ല ബ്ലൂയിഷ് കളറാണ്. അടിപൊളി സ്ഥലം. ആ മരമൊക്കെ കണ്ടോ, എന്ത് വലിയ മരം അല്ലേ. പിന്നെ ഒരുപാട് പക്ഷികളുണ്ട് കേട്ടോ. ഒരുപാട് പക്ഷികളുടെ ഒച്ചകൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുക. നല്ല രസമുണ്ട്. അത് കണ്ടിട്ടൊരു ഗ്ലാമ്പിംഗ് ഫെസിലിറ്റി ലുക്ക് ഉണ്ടല്ലേ. ഇനി ഇതൊക്കെ ഇവിടെ അവൈലബിൾ ആണോ എന്നുള്ളത് അറിഞ്ഞൂടാ കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഈ കാടിൻ്റെ ഇടയിൽ വൈറ്റ് കളറിൽ. ഭാഗ്യം ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട് കേട്ടോ അവിടെ. ഇവരൊക്കെ ടോയ്ലറ്റ് അന്വേഷിച്ചിരിക്കുന്നു. ഈ മരം കണ്ടോ, എത്രത്തോളം ക്യാമറയിലും അതിൻ്റെ വലിപ്പം മനസ്സിലാവില്ല, പക്ഷെ ഇറ്റ്സ് എ ഹ്യൂജ് മരം. കണ്ട ആ സ്ത്രീ കണ്ടോ, എത്ര ചെറുതാ. കളർ വ്യത്യാസം അവിടെ 3 ഇതേ അമ്മയുടെ ഒക്കെ കുറേ പോകും.
നമ്മൾ ഈ കമ്പ്യൂട്ടർ വാൾപേപ്പറിലൊക്കെ കാണുന്ന പോലത്തെ ഒരു സ്ഥലം. ഇത് കണ്ടോ, ഇവിടെ പക്ഷേ ആ സണ്ണിൻ്റെ റിഫ്ലക്ഷൻ കാരണം അത്ര ക്ലിയർ ആവണില്ല. എന്നാലും ആ താഴെയുള്ള ഗ്രീൻ ചെടി നല്ല രസമുണ്ട്, ശരിക്കും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേ താഴത്തൊരു വലിയ മീൻ, കുറച്ചും കൂടെ സൂം ചെയ്തിട്ട് കാണാൻ പറ്റുമോ നോക്കുവാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ എത്രത്തോളം ക്ലിയർ ആവണ്ടെന്ന് അറിഞ്ഞൂടാ, ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട്. ആ മീനെയൊക്കെ എന്ത് ക്ലിയർ ആയിട്ട് നമുക്ക് മുകളിൽ നിന്ന് കാണാൻ പറ്റുമെന്നറിയോ? നല്ല രസമുണ്ട്, നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ. ഇവിടെ ഒരു ചെറിയ സ്റ്റേ കേസ് പോലെ വച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മുകളിൽ നിന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ക്ലിയർ വ്യൂ കിട്ടുമായിരിക്കും ഈ വാട്ടറിൻ്റെ, ബ്ലൂ സ്പ്രിങ്ങിൻ്റെ. അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കാം മുകളിലേക്ക്. അയ്യടാ, അൺഫോർച്ചുനേറ്റ്ലി ചെടികളൊക്കെ വളർന്ന് നിൽക്കണോണ്ട് നമുക്ക് ആ ബ്ലൂ സ്പ്രിങ് കാണാനേ പറ്റണില്ല. കണ്ടോ, ഈ ചെടിയൊക്കെ വെട്ടിക്കളഞ്ഞ് ഒരു പക്ഷെ കാണാൻ പറ്റും. കുറച്ച് ഞാൻ സൂം ചെയ്യുവാണേ, അവിടെ ഇപ്പോഴും ആ അമ്മടക്കും കുട്ടികളും വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുക. അവിടുത്തെ വെള്ളത്തിനൊരു ബ്ലൂ കളറും. അപ്പോൾ ഈ ബ്ലൂ സ്പ്രിങ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും തിരിച്ചു പോവുകയാണേ. നല്ല സ്ഥലമായിരുന്നു കേട്ടോ, നല്ല അടിപൊളി സ്ഥലം, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.